ഇന്നലെ രാത്രിയിൽ ഒരു പോളെ കണ്ണിവിടെ ആരും അടച്ചിട്ടില്ല. എവിടെയെങ്കിലും പോകണമെങ്കിൽ അങ്ങനെ ആയിരിക്കുമല്ലോ. ചിറ്റാണെങ്കിൽ ഒരു ഇത്തിരി പോലും ഉറങ്ങിയിട്ടില്ല. രാത്രിയിൽ എഴുന്നേറ്റ് ഞാൻ ഫുഡ് ഉണ്ടാക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പിന്നെ വെളുപ്പാങ്കാലത്തായപ്പം തന്നെ എല്ലാ ഫുഡും റെഡി ആയിട്ടുണ്ടായിരുന്നു നമുക്ക് കൊണ്ടുപോകാനുള്ളത്. അപ്പോൾ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയില്ല. നമ്മൾ കൊടൈക്കനാലിൽ പോവുകയാണ്. കൊടൈക്കനാലിൽ പോയിട്ട് 3G ആയിട്ട് വന്നുള്ളൊരു വീഡിയോ ആണ് ഇത് കേട്ടോ. എന്നൊക്കെ വഴിയെ പറഞ്ഞുതരാം. അങ്ങനെ ഞങ്ങളിതാ യാത്ര തുടർന്ന് പോയിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് കുട്ടികളെ മാറാത്ത എൻ്റെ ചിറ്റ വെള്ളം കുടിക്കുന്നത് കണ്ടോ. എനിക്കത് കണ്ടപ്പോൾ ചിരി വന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ കുടിക്കാൻ. പിന്നെ വെളുപ്പാങ്കാലത്തെ ഇറങ്ങിയതുകൊണ്ട് ചായയും വെള്ളമൊന്നും കുടിക്കാതെ എല്ലാം ഇറങ്ങിയത്. അപ്പോൾ ഒരു ചായയൊക്കെ കുടിച്ചിട്ട് ഇനി നമുക്ക് മുന്നോട്ട് പോകാമെന്ന് കരുതി ഇതാ ഞങ്ങൾ ചായ കുടിക്കാൻ ഇറങ്ങി. നല്ല മധുരം ഉണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെയെല്ലാം പഞ്ചസാര ഇട്ട് കുറുക്കി വെച്ചേക്കുന്ന പോലെ ആയിരുന്നു. അങ്ങനെ ചായയും കുടിച്ച് വാഷ്റൂമിലൊക്കെ പോയിട്ട് നിന്നപ്പോഴത്തേക്ക് ഇതാ പിന്നെ നാദുമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവർ സ്കൂട്ടറിനകത്തായിട്ട് എല്ലാവരും കൂടി ഇരിക്കാനുള്ള സൗകര്യം ഉണ്ടായിരുന്നില്ല. ഞങ്ങളിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിരിക്കുകയായിരുന്നു. എല്ലാവരും മടിയിലൊക്കെ ഇങ്ങനെ ഒരാൾ മടിയിലൊക്കെ ഇങ്ങനെ ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ആയി പോവുമായിരുന്നു കേട്ടോ. കുഞ്ഞു വണ്ടി ആയതുകൊണ്ട് തന്നെ ഇതും ബാദുവിൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വണ്ടിയാണ് കേട്ടോ. ഇല്ലെങ്കിൽ നമ്മൾ റെൻ്റ് എടുക്കാമെന്നും പറഞ്ഞൊക്കെ ഇരിക്കുകയായിരുന്നു. പിന്നെ ഇത് കിട്ടിയോണ്ട് ഇത് മതിയെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ പിന്നെയും മുന്നോട്ട് പോയതിന് ശേഷം ഇതാ നമ്മൾ വീണ്ടും വണ്ടി സൈഡ് ഒതുക്കി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. കുഞ്ഞിൻ്റെ അടുത്ത് വെച്ചപ്പോൾ കുഞ്ഞൻ പറഞ്ഞു എനിക്കൊന്നും വേണ്ട, വട എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം മതിയെന്ന് പറഞ്ഞു. അവിടെ ചെന്ന് നോക്കിയപ്പോൾ വടയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ദോശയും മറ്റൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് കുഞ്ഞിന് വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാനും പിന്നെ കഴിച്ചില്ല ഫുഡ്. പിന്നെ ബാക്കിയുള്ളവരൊക്കെ അവിടുന്ന് ദോശയോ എന്തൊക്കെയോ കഴിച്ചിട്ടുണ്ടായിരുന്നു. അമ്മയും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഋതുവിനുള്ള ഫുഡ് ഞങ്ങൾ കൊണ്ടുപോയതുകൊണ്ട് അവൾക്ക് അവിടെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഫുഡ് കഴിക്കാൻ കയറിയെടുത്ത് 2 വണ്ടി നിറയെ മലയാളീസ് ഉണ്ടായിരുന്നു. അതായത് പിള്ളേർ സെറ്റ് ആയിരുന്നു കേട്ടോ, ചെക്കന്മാരായിരുന്നേ. ശരിക്കും പറഞ്ഞാൽ മലയാളീസിനെയൊക്കെ നമ്മൾ പുറത്തോട്ട് പോകുന്ന സ്ഥലങ്ങളിലൊക്കെ വെച്ച് കാണുമ്പോൾ നമുക്കൊരു ഭയങ്കര സന്തോഷമായിരിക്കും. അവരും വന്ന് നമ്മുടെ അടുത്ത് സംസാരിക്കുകയൊക്കെ ചെയ്തു മലയാളിയാണെന്നും പറഞ്ഞിട്ട്. അങ്ങനെ അവർ കൊടൈക്കനാലിലോട്ട് തന്നെ ആയിരുന്നു കേട്ടോ. അങ്ങനെ അവരും മുന്നേ പോയി. അതിന് പിറകെയാണ് ഞങ്ങൾ പിന്നെ ഇറങ്ങിയത്. നമ്മൾ പിന്നെ മല കയറി വരുന്ന വഴിക്കൊക്കെ നല്ല തണുപ്പായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഋതുവിന് സ്വെറ്റർ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അവൾ അതെല്ലാം വലിച്ച് കുറച്ച് ദൂരെ എറിയുന്നുണ്ടായിരുന്നു, ചൂടെടുക്കുന്നുണ്ടെന്നും പറഞ്ഞിട്ട്. അങ്ങനെ പിന്നെ ഞങ്ങളിഞ്ഞ് മുകളിൽ കയറി വന്നിട്ടുണ്ടായിരുന്നേ. ഇവിടെ വന്നപ്പോഴത്തേക്ക് അത്യാവശ്യം തണുപ്പൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ പോയത് ചൂടുള്ള സമയത്തായിരുന്നു കേട്ടോ. അതുകൊണ്ട് മഞ്ഞുണ്ടെങ്കിലും നമുക്ക് അധികം അങ്ങനെ കിടുകിടാന്നാവുന്ന രീതിയിൽ തണുപ്പുണ്ടായിരുന്നില്ല. പിന്നെ ഋതുവിന് ഇനി പുറത്തോട്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് പിന്നെയും സ്വെറ്റർ ഇട്ട് കൊടുത്തെങ്കിലും കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എഴുന്നേറ്റപ്പോഴത്തേക്ക് അവൾ പിന്നെ അത് വീണ്ടും ഊരിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അമ്മയും ചിറ്റയും കൂടെ പോയി ഇതാ ഈ സാധനം വാങ്ങിച്ചുകൊണ്ട് വന്നു. ഇതെന്തിനാണ് വാങ്ങിച്ചതെന്ന് എനിക്ക് ഇപ്പോഴും ഞാനിങ്ങനെ ഇരുന്ന് ആലോചിക്കും. കാരണം എനിക്ക് 8ൻ്റെ പണി കിട്ടിയത് ഇതാ ഈ ഒരു സാധനം കഴിച്ചിട്ടാട്ടോ. ഇതിനകത്താണെങ്കിൽ മറ്റേ അവിലല്ലോ പൊരിയും മാങ്ങയും തേങ്ങയും എന്തൊക്കെയോ സാധനങ്ങളെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ളതാണ്. ആ സമയത്ത് ആവേശം കൂടി അത് കുറേയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്കാണെങ്കിൽ ഉച്ച പൊയ്ക്കൊള്ളാൻ വയ്യാതിരിക്കുകയാണ്. തണുപ്പ് അടിച്ചു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ മുള്ളം മുട്ടിയിട്ടേ ഇരിക്കുമല്ലോ. അവിടെ എല്ലാം ഞങ്ങൾ കയറി ഇറങ്ങി നടന്നെങ്കിലും പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ലേഡീസ് ടോയ്ലറ്റ് ഫുൾ അടച്ചിട്ടേക്ക്. ലാസ്റ്റ് ഒരെണ്ണം കണ്ടപ്പോഴാണ് ജെൻസിൻ്റെ തുറന്നിട്ടുണ്ട്, ലേഡീസിൻ്റെയും തുറന്നിട്ടുണ്ടല്ലോ എന്നും പറഞ്ഞിട്ട് ഞങ്ങൾ പോയി നോക്കിയത്. ഞാനും ജാസും കൂടെ സ്കൂട്ടർ എടുത്തിട്ട് അതിനകത്തായിട്ട് പോയത്. പക്ഷെ അവിടെ പോയപ്പോഴത്തേക്ക് ലേഡീസിൻ്റെ തുറന്നിട്ടില്ല. പിന്നെ തിരിച്ച് അതേപോലെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ പോയ ഞങ്ങൾ അവിടുന്ന് പാതി വഴിക്ക് തിരിച്ചിറങ്ങി വന്നിട്ടുണ്ടായിരുന്നു. അങ്ങോട്ട് മുന്നോട്ട് വണ്ടി പോകുന്നില്ല, ഫുള്ള് ബ്ലോക്കായിട്ട് എടുക്കുകയാണ്. എല്ലാവരും തിരിച്ചു പോയിക്കൊണ്ടേ ഇരിക്കുകയാണ്. പിന്നെ ഞങ്ങളും വിചാരിച്ചു എന്നാൽ തിരിച്ചു പോകാമെന്ന്. അങ്ങനെ ഒന്നും കാണാതെ ഞങ്ങൾ തിരിച്ച് മല ഇറങ്ങുന്ന വഴിക്ക് ഫുഡ് കൊണ്ടുവന്നത് എവിടെയെങ്കിലും വെച്ച് കഴിക്കാമെന്ന് കരുതി കേട്ടോ. അങ്ങനെ ഇതാ ഫുഡൊക്കെ കഴിക്കുകയാണ്. ഋതുവിന് പഴമല്ല മാങ്ങ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് എനിക്ക് വയറിനകത്തൊരു ബുദ്ധിമുട്ട്, കൊള സൗണ്ട് കേട്ട്. അങ്ങനെ ഓട്ടത്തിന് ടോയ്ലറ്റിൽ എത്തണമല്ലോ. പക്ഷേ ഇവിടെ ടോയ്ലറ്റ് അടുത്തൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ബാധു എന്നെ പെട്ടെന്ന് കാറിൽ കയറ്റി ഞങ്ങൾ വന്ന വഴിക്ക് തന്നെ ടോയ്ലറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ പോയിട്ട് വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എനിക്ക് ലൂസ് മോഷനാണെന്ന്. 2ാമത്തെ തവണയാണ് കേട്ടോ ഇപ്പം പോകുന്നത്. വരുന്ന വഴിക്ക് ഒരിടത്ത് ഞങ്ങൾ പമ്പിൽ കയറിയിട്ടുണ്ടായിരുന്നു, അതായത് പെട്രോൾ പമ്പിൽ കയറിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് എനിക്ക് മനസ്സിലായി എനിക്ക് പണി കിട്ടിയെന്ന്. പിന്നെ ഒരു ഗുളിക ഉണ്ടായിരുന്നു, അതും കഴിച്ചിട്ട് ഞങ്ങൾ വരുന്ന വഴിക്കൊക്കെ ഞാൻ ടോയ്ലറ്റിൽ കയറി ഇറങ്ങക്കുമായിരുന്നു. എൻ്റെ ദൈവമേ, എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടാകുന്നത്. പിന്നെ അന്നത്തെ ദിവസം ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല. പിന്നെ ഞങ്ങൾ വരുന്ന വഴിക്ക് ഇനി എത്താറായപ്പോഴത്തേക്ക് പിന്നെ ഈ മറ്റേ പനിയാരം അമ്മ വാങ്ങിച്ച് തന്നിട്ടുണ്ടായിരുന്നേ, അമ്മയല്ല കുഞ്ഞൻ വാങ്ങിച്ച് തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിൽ നിന്ന് 2 എണ്ണം കഴിച്ചു, ഋതുവിനും കൊടുത്തു. അത് ഈ നേരെ ഇതാ വീട്ടിലെത്തിയപ്പോഴാണ് ഒരു സമാധാനമായത് കേട്ടോ. പിന്നെ എനിക്ക് കട്ടനകത്ത് മറ്റേ നാരങ്ങയൊക്കെ പിഴിഞ്ഞൊഴിച്ച് അതായിരുന്നു ചിറ്റ കൊണ്ട് തന്നത്. അങ്ങനെ അത് കുടിച്ചു. പിന്നെ രാത്രിയിൽ കഞ്ഞി കുടിക്കാമെന്ന് കരുതി ഇന്നത്തെ ദിവസം വേറെ ഒന്നും കഴിച്ചിട്ടില്ല. അത്രയ്ക്ക് വയ്യാണ്ടായി പോയിട്ടുണ്ടായിരുന്നു. ക്ഷീണം കൊണ്ടാണെങ്കിൽ എനിക്ക് വയ്യ. എവിടെയെല്ലാം ടോയ്ലറ്റിൽ കയറി ഇറങ്ങിയെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ.